മാർക്കറ്റ് എല്ലാ ദിവസവും മൂവ് ചെയ്യുന്നത് എന്തിനാണ്? പ്രൈസ് ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് എന്തിനാ പോകണം? ചില സമയത്ത് പഴയ ലെവലിൽ തന്നെ പ്രൈസ് തിരിച്ചും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ്? പ്രൈസ് എന്തിനാണ് മൂവ് ചെയ്യുന്നത്? മാർക്കറ്റ് ഡെയിലി എന്താ ചെയ്യുന്നത്? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകണം. അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ 2 മിനിറ്റ് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു ബ്രെഡ് വിൽക്കുന്ന ഒരു സപ്ലയർ ഉണ്ട്. അപ്പോൾ ആളുടെ ബ്രെഡിൻ്റെ വില എന്ന് പറയുന്നത് 5 രൂപയാണ്. അപ്പോൾ ആളുടെ ബ്രെഡിൻ്റെ വില, ആൾ വിൽക്കുന്ന വില എന്ന് പറയുന്നത് 5 രൂപയായിരുന്നു. അപ്പോൾ 5 രൂപയിൽ ആൾക്ക് മേടിക്കാൻ കസ്റ്റമേഴ്സ് ധാരാളം ഉണ്ടായിരുന്നു. 5 രൂപയ്ക്ക് കസ്റ്റമേഴ്സ് ധാരാളം ഉണ്ടായിരുന്നു ആൾക്ക്. അപ്പോൾ ആൾക്കൊരു ദിവസം തോന്നി, 5 രൂപയിൽ നിന്ന് ഞാൻ 10 രൂപയാക്കിയാൽ എനിക്ക് കുറച്ചും കൂടെ ലാഭം ഉണ്ടാക്കിക്കൂടെ? 5 രൂപ ലാഭം കൂടുതലല്ലോ, ഓരോ ബ്രെഡിനും പൈസ കൂടുതൽ കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ ലാഭം ഉണ്ടാക്കാമല്ലോ എന്ന് തോന്നി. അപ്പോൾ 5 രൂപയിൽ നിന്ന് 10 രൂപ ആക്കിയപ്പോൾ ആൾക്ക് അപ്പോഴും കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. 10 രൂപയിലേക്കും 10 രൂപയായാലും ആൾക്കാർ ബ്രെഡ് വാങ്ങിക്കാൻ തയ്യാറായിരുന്നു. ആൻഡ് പിന്നെയും ഈ കസ്റ്റമർക്ക്, ഈ സപ്ലയർക്ക് തോന്നി കുറച്ചുകൂടെ ലാഭം ഉണ്ടാക്കാം. അങ്ങനെ ആളുടെ പ്രൈസ് റേഞ്ച്, ആളുടെ ഒരു ബ്രെഡിൻ്റെ വില എന്ന് പറയുന്നത് 15 രൂപയാക്കാൻ തീരുമാനിച്ചു. 15 രൂപയാക്കിയപ്പോൾ അവിടെ ആൾക്കാർക്ക് മേടിക്കാനൊന്നുമില്ല. എന്ന് വെച്ചാൽ 15 രൂപയിൽ ആളുടെ ബ്രെഡ് മേടിക്കാൻ ആൾക്കാർ തയ്യാറല്ല. വേറെ കടകളിൽ പോയിട്ട് വേറെ ബ്രെഡ് മേടിക്കാം. 15 രൂപയ്ക്ക് മേടിക്കാൻ തയ്യാറായില്ല. അപ്പോൾ 5 രൂപ ഉണ്ടായിരുന്ന ബ്രെഡ് ആൾ 10 രൂപയാക്കിയപ്പോൾ ലാഭം കിട്ടി. അപ്പോൾ ആൾക്ക് ലാഭമുണ്ട്, കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു. 10 രൂപയിൽ 5 രൂപയിലും കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ 10 രൂപയാക്കിയപ്പോഴും കസ്റ്റമർ ഉണ്ടായിരുന്നു. അവിടെ കൂടുതൽ ആൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. 15 രൂപയാക്കിയപ്പോൾ അത് എക്സ്പെൻസീവായി മാറി, ആൾക്കാർ മേടിക്കാതായി. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിനിടയിൽ ഈ സപ്ലയർ എന്താ കണ്ടെത്തി എന്നതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സപ്ലയർ കണ്ടെത്തിയൊരു കാര്യം എന്താണ്? ആളുടെ ബ്രെഡിൻ്റെ ചീപ്പസ്റ്റ് പ്രൈസ് റേഞ്ച് ബൈ ചെയ്യാനും ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു മേടിക്കാൻ. അതുപോലെ 5 രൂപയ്ക്ക് സപ്ലയർ വിൽക്കാനും തയ്യാറായിരുന്നു. അപ്പോൾ 5 രൂപ എന്ന് പറയുന്നത് ബയേഴ്സിനും സെല്ലേഴ്സിനും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു റേഞ്ചാണ്, ചീപ്പ് റേഞ്ചാണ് എന്ന് കണ്ടെത്തി. ബയേഴ്സിനും സെല്ലേഴ്സിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചാണ്, അക്സെപ്റ്റബിൾ റേഞ്ചാണെന്ന് കണ്ടെത്തി. ഓക്കെ. ആൻഡ് 10 രൂപയിലോട്ട് മാറ്റിയപ്പോൾ 10 രൂപയും ഓക്കെ, ബയേഴ്സും സെല്ലേഴ്സും അക്സെപ്റ്റ് തന്നെ ആയിരുന്നു. ബയേഴ്സും മേടിക്കാൻ തയ്യാറായിരുന്നു, ആൾ 10 രൂപയ്ക്ക് വിൽക്കാനും തയ്യാറായിരുന്നു. അപ്പോൾ ബയേഴ്സും സെല്ലേഴ്സും ഈ ഒരു 10 രൂപ എന്നൊരു പ്രൈസ് ഫെയറസ്റ്റ് റേഞ്ചായിട്ട് കണക്കാക്കി. ഫെയറാണ്, ബയേഴ്സിനും സെല്ലേഴ്സിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചാണ് 10 രൂപ എന്ന റേഞ്ച്. പക്ഷെ 15 രൂപയാക്കിയപ്പോൾ ബയേഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. ബയേഴ്സിന് നോൺ അക്സെപ്റ്റബിൾ ആയിരുന്നു, ബയേഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. സോ 15 രൂപയ്ക്ക് സെല്ല് ചെയ്യാൻ ആളവിടെ നിന്നിട്ടും ബയേഴ്സ് ഉണ്ടായിരുന്നില്ല. ഒരു ട്രേഡ് കംപ്ലീറ്റ് ആവുന്നത് ഒരു ബൈയും സെല്ല് നടക്കുമ്പോഴല്ലേ. സോ ഇവിടെ സെല്ലർ 15 രൂപയ്ക്ക് സെല്ല് ചെയ്യാൻ തയ്യാറായിരുന്നു, ബയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലൂടെ ഈ സപ്ലയർ എന്താ കണ്ടെത്തി? സപ്ലയർ പ്രൈസ് എന്ന് പറയുന്നത് 5 രൂപ എന്ന് പറയുന്നത് ഒരു ചീപ്പസ്റ്റ് പ്രൈസ് ആയിട്ടും, ഞാനിപ്പോൾ VAL എന്ന് എഴുതുകയാണ്, എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചീപ്പസ്റ്റ് പ്രൈസ് ആയിട്ടും അതിന് 10 രൂപ എന്ന് പറയുന്നത് ഒരു ഫെയറസ്റ്റ് പ്രൈസ് ആയിട്ടും, ഫെയറസ്റ്റ് പ്രൈസ് ഞാൻ POC എന്ന് എഴുതുകയാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫെയറസ്റ്റ് പ്രൈസും ആൻഡ് അതുപോലെ ഒരു ഹയസ്റ്റ് പ്രൈസും, ആ ദിവസത്തെ അല്ലെങ്കിൽ ആൾക്ക് മനസ്സിലായ ഒരു ഹയസ്റ്റ് പ്രൈസും ആൾ കണ്ടെത്തി. ഇതാണ് എല്ലാ ദിവസവും മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് എല്ലാ ദിവസവും ഒരു VAL കണ്ടെത്തും, വാല്യൂ ഏരിയ ലോ ആൻഡ് വാല്യൂ ഏരിയ ഹൈ, POC. ഇതാണ് ഈ വാല്യൂ ഏരിയാസാണ് എപ്പോഴും മാർക്കറ്റ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുടെ ബ്രെഡിനെ ഒരു ചീപ്പസ്റ്റ്, ബയേഴ്സും സെല്ലേഴ്സും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള റേഞ്ച് കണ്ടെത്തി. ആൻഡ് എഗെയിൻ ആൾക്ക് ലാഭമുണ്ട്, ബയേഴ്സിനും കുഴപ്പമില്ല എന്നുള്ളൊരു ഫെയറസ്റ്റ് പ്രൈസ് റേഞ്ചും കണ്ടെത്തി. ബയേഴ്സ് ഇല്ലാത്തൊരു എക്സ്പെൻസീവ് പ്രൈസ് റേഞ്ചും കണ്ടെത്തി. ഇതാണ് ഡെയിലി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പ്രൈസ് അല്ലെങ്കിൽ സ്റ്റോക്ക് ആയാലും കമ്മോഡിറ്റി ആയാലും എന്തായാലും ആ ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്മോഡിറ്റിയുടെ ബയേഴ്സ് എക്സോസ്റ്റ് ആവുന്ന എക്സ്ട്രീമും സെല്ലേഴ്സ് എക്സോസ്റ്റ് ആവുന്ന എക്സ്ട്രീമും, അപ്പർ ആൻഡ് ലോ എക്സ്ട്രീം, ദാറ്റ് ഈസ് VAH ആൻഡ് VAL കണ്ടെത്താനും, അതുപോലെ അതിനിടയിൽ ബയേഴ്സിനും സെല്ലേഴ്സിനും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റ്, ഫെയറസ്റ്റ് പ്രൈസ് റേഞ്ച് കണ്ടെത്താം. അതാണ് POC. അതിനാണ് എല്ലാ ദിവസവും മാർക്കറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വാല്യൂ ഏരിയ ലോ, VAL, വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് ഒരു ലോവർ എക്സ്ട്രീമായിട്ടും, POC എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കൺട്രോൾ, ബയേഴ്സും സെല്ലേഴ്സും പോയിന്റ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു പോയിന്റ് ഓഫ് കൺട്രോളും, വാല്യൂ ഏരിയ ഹൈ, VAH, വാല്യൂ ഏരിയ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വാല്യൂ ഏരിയ ഹൈ പ്രോഡക്റ്റും
അപ്പർ എക്സ്ട്രീമും കണ്ടെത്തി. ഇതാണ് ദിവസവും മാർക്കറ്റ് ശ്രമിക്കുന്നത്. വാല്യൂ ഏരിയാസ് എവിടെയാണ് എന്ന് കണ്ടെത്താനാണ് ദിവസവും മാർക്കറ്റ് ശ്രമിക്കുന്നത്. ഇനി ഇത് നമ്മുടെ ചാർട്ടിൽ ഞാനൊന്ന് പറയാം. ഇത് ഗോൾഡിൻ്റെ ചാർട്ടാണ്. ഗോൾഡിൻ്റെ ഒരു 3 ദിവസത്തെ ചാർട്ട്, 3 ഡേൻ്റെ ചാർട്ട് നമുക്കിവിടെ കാണാം. ഇത് ആദ്യത്തെ ഡേയുടെ വാല്യൂ ഏരിയ ഞാൻ വരച്ചിരിക്കുകയാണ്. ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ ഇതാണ് ആ ടൂൾ. ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഒരു ഡേൻ്റെ സ്റ്റാർട്ട് മുതൽ ഒരു ഡേൻ്റെ, ഇത് കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് ഡേ ആണ്, ഇപ്പോഴത്തെ ട്രേഡിംഗ് ഡേ ഇവിടെ വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ കഴിഞ്ഞ ദിവസത്തെ സ്റ്റാർട്ട് മുതൽ കഴിഞ്ഞ ഡേ എൻഡ് വരെ വരച്ച് കഴിഞ്ഞാൽ ആ ദിവസത്തെ വോളിയം പ്രൊഫൈൽ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമേഴ്സ് എന്നുള്ളത് വോളിയമായിട്ട് കണക്കാക്കുക. അപ്പോൾ വോളിയം പ്രൊഫൈൽ കസ്റ്റമേഴ്സ് എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നു, കസ്റ്റമേഴ്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വോളിയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ 3 ദിവസത്തെ വോളിയം പ്രൊഫൈൽ വരച്ചിട്ടുണ്ട്. അപ്പർ എക്സ്ട്രീം ആയിട്ടുള്ള മേലത്തെ വരെ അപ്പർ എക്സ്ട്രീം വാല്യൂ ഏരിയ ഹൈ ആയിട്ടും, മിഡിൽ ഇത് POC പോയിന്റ് ഓഫ് കൺട്രോൾ ആയിട്ടും, വാല്യൂ ഏരിയ ലോവർ എക്സ്ട്രീം ആയിട്ടും നമുക്ക് കാണാം. ആൻഡ് ഈ ഒരു ഓപ്ഷൻ നടക്കുമ്പോൾ ഒരു ലേലം വിലയാണ് ആക്ച്വലി നടക്കുന്നത്. ഞാൻ 10 രൂപയിൽ വാങ്ങാൻ തയ്യാറാണ്, 5 രൂപയിൽ വാങ്ങാൻ തയ്യാറാണ്, 15 രൂപയിൽ ഞാൻ വിൽക്കാൻ തയ്യാറാണ്. ഈ പറയുന്ന ലേലം നടക്കുമ്പോൾ ഒരു അപ്പർ എക്സ്ട്രീം നമ്മൾ കണ്ടെത്തി, ലോവർ എക്സ്ട്രീം കണ്ടെത്തി, അതിൻ്റെ ഇടയിൽ ഒരു ഫെയറസ്റ്റ് പ്രൈസ് റേഞ്ച് കണ്ടെത്തി. സോ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 26 തേഴ്സ്ഡേ ആണ്. സോ തേഴ്സ്ഡേ ഈ ഒരു റേഞ്ചിലാണ്. തേഴ്സ്ഡേ ഈ ഒരു റേഞ്ചാണ് വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു റേഞ്ചിൽ വാല്യൂ ഏരിയ കണ്ടെത്തി. ആൻഡ് അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ വാല്യൂ ഏരിയ, ഇന്നലെ കണ്ടുപിടിച്ച വാല്യൂ ഏരിയ ഇന്ന് അക്സെപ്റ്റബിൾ ആണോ സെല്ലേഴ്സും ബയേഴ്സും എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യാൻ തുടങ്ങി, മാർക്കറ്റ് പ്രൈസ് മൂവ് ചെയ്യാൻ തുടങ്ങി. പ്രൈസ് മൂവ് ചെയ്തു. ആൻഡ് ഈ ഒരു ദിവസം കാണാം സെല്ലേഴ്സ് ബയേഴ്സ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈ ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു എക്സ്പെൻസീവ് പ്രൈസിലും ബയേഴ്സ് വാങ്ങാൻ തയ്യാറാകുമ്പോഴല്ലേ ബയേഴ്സ് കൂടുതലുണ്ട്, മാർക്കറ്റ് അക്സെപ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ അവിടെ ബയേഴ്സ് വാങ്ങാൻ തയ്യാറായിരുന്നില്ല, സെല്ലേഴ്സ് തന്നെയായിരുന്നു ഡൗൺ സൈഡിൽ കൊണ്ടുപോയി. ആൻഡ് ഇവിടുത്തെ വാല്യൂ ഏരിയ ലോ, ഇവിടെ എത്തിയപ്പോൾ വാല്യൂ ഏരിയ താഴ്ന്നതായിട്ട് കാണാം. സോ സെല്ലേഴ്സ് കുറച്ച് മാർക്കറ്റിൽ സ്ട്രോങ് ആകാൻ തുടങ്ങി, പ്രൈസ് താഴോട്ട് വന്നു. ആൻഡ് അഗെയിൻ ബയേഴ്സ് ശ്രമിച്ച് നോക്കി. ആൻഡ് അഗെയിൻ നേരത്തെ നമ്മൾ വ്യാഴാഴ്ച കണ്ടുപിടിച്ച എക്സ്പെൻസീവ് പ്രൈസ് റേഞ്ചിൽ തന്നെ ബയേഴ്സ് എനിക്ക് ഇത്ര ബൈ ചെയ്യാൻ പറ്റും, കൂടുതലൊന്നും എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കി. ആൻഡ് അഗെയിൻ സെല്ലേഴ്സ് ഡംപ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് അഗെയിൻ ഇന്നലത്തെ ദിവസത്തെ ട്രേഡിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നലത്തെ ദിവസം ഈ വാല്യൂ ഏരിയ ചെക്ക് ചെയ്തു. ഇവിടെയാണ് കഴിഞ്ഞ പ്രീവിയസ് ഡേ വാല്യൂ ഏരിയ കിട്ടിയത്. ഇനി ഈ വാല്യൂ ഏരിയ അക്സെപ്റ്റബിൾ ആണോ എന്ന് നോക്കി. അപ്പോൾ വേറൊരു വാല്യൂ ഏരിയ കിട്ടി. ആ ഡേ ഫിനിഷ് ചെയ്തപ്പോൾ വേറൊരു വാല്യൂ ഏരിയ കിട്ടി. അപ്പോൾ ഈ വാല്യൂ ഏരിയ എന്താ പറയുന്നത്, ഈ വാല്യൂ ഏരിയ കഴിഞ്ഞ വാല്യൂ ഏരിയ അപ്പർ എക്സ്ട്രീമിൽ ബയേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ആ അപ്പർ എക്സ്ട്രീം ഇവിടെ ശ്രമിച്ച് നോക്കി, ബയേഴ്സ് കയറി നോക്കി, പക്ഷേ ബയേഴ്സ് എക്സോസ്റ്റ് ആയി. ആൻഡ് അഗെയിൻ ആ അപ്പർ എക്സ്ട്രീം തന്നെ കളിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കൂടുതൽ ബൈ ഓർഡേഴ്സ് ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള റേഞ്ച് ഇല്ലാതാക്കാൻ. വാല്യൂ ഏരിയ ഹൈ എന്നുള്ളത് എക്സ്പെൻസീവ് ആണ്, 15 രൂപയാണ് അവിടെ ബ്രെഡിൻ്റെ വില. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ബൈ ഓർഡേഴ്സ് ഇവിടെ ഫില്ല് ചെയ്യാൻ നോക്കി. പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരുപാട് നേരം അവിടെ തന്നെ ഫില്ല് ചെയ്തു. ആൻഡ് അഗെയിൻ ഒന്ന് ഡംപ് ചെയ്തു. കഴിഞ്ഞ ഈ ഒരു ദിവസത്തെ വാല്യൂ ഏരിയൻ്റെ POC, ഇതാണ് POC പോയിന്റ് ഓഫ് കൺട്രോൾ, ബയേഴ്സും സെല്ലേഴ്സും അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് ആ അക്സെപ്റ്റബിൾ പ്രൈസ് 5 രൂപ എന്നുള്ള പ്രൈസ്, ബ്രെഡിൻ്റെ വില അക്സെപ്റ്റബിൾ പ്രൈസ് ഒന്ന് ചെക്ക് ചെയ്തു. ഓക്കെ, അക്സെപ്റ്റബിൾ, ബയേഴ്സ് അക്സെപ്റ്റബിൾ ആണ്. ഇവിടെ നിന്ന് അക്സെപ്റ്റ് കയറി. ആൻഡ് എക്സ്പെൻസീവ് റേഞ്ച് കട്ട് ചെയ്ത് മേലോട്ട് കയറി. ബയേഴ്സ് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള റേഞ്ചിലും എനിക്ക് മേടിക്കാൻ തയ്യാറാണ്, ഞാൻ ബൈ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ആൻഡ് ഈ വാല്യൂ ഏരിയ അക്സെപ്റ്റബിൾ ആണോ എന്നാണ് ഇന്നത്തെ ദിവസം ആക്ച്വലി നോക്കുന്നത്. ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ വാല്യൂ ഏരിയ വരച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വർക്കിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന വാല്യൂ ഏരിയ ഫൈനലായിട്ടില്ല. ഇന്നത്തെ ദിവസം എന്താ നടക്കുന്നത്, ഈ ഒരു അപ്പർ എക്സ്ട്രീം, ലോവർ എക്സ്ട്രീം ആൻഡ് ഒരു ഫെയറസ്റ്റ് പ്രൈസ് റേഞ്ച് കണ്ടെത്തി. ഇത് അക്സെപ്റ്റബിൾ ആണോ? ബയേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ബയേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കി. ബയേഴ്സ് ഒരു പോയിന്റ് എത്തിയപ്പോൾ എക്സോസ്റ്റ് ആയി. ആൻഡ് ഇതിലും കൂടുതൽ പ്രൈസ് റേഞ്ച് പറയുന്നത് എക്സ്പെൻസീവ് ആണ്, ഞാൻ വിൽക്കുകയാണ് എൻ്റെ കയ്യിലുള്ളതൊക്കെ എന്ന് ബയേഴ്സ് പറഞ്ഞു. ആൻഡ് അഗെയിൻ അവരെല്ലാം വിറ്റു. ആൻഡ് അഗെയിൻ ഇവിടുത്തെ കഴിഞ്ഞ ദിവസത്തെ ഫെയറസ്റ്റ് പ്രൈസ് റേഞ്ച് എത്തി. ഫെയറസ്റ്റ് പ്രൈസ് റേഞ്ചിലാണ് ഇപ്പോൾ നിന്ന് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് തീരുമാനിക്കണം, ഇനി ഞാൻ വിൽക്കണോ അതോ ഇനി വാങ്ങണോ എന്ന് ഇവിടെ നിന്ന് തീരുമാനിക്കാം. ഇവിടെ നിന്ന് തീരുമാനിച്ച് സെല്ലിങ്ങോ ബൈയിങ്ങോ ഇവിടെ നിന്ന് തീരുമാനിച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റ്. സോ മാർക്കറ്റ് എന്തിനാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായി.